ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്രയുടെ 56-ാമത്തെ ഭാഗത്തേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് അയോധ്യാകാന്ഡം പൂർത്തിയായി, 2 കാണ്ഡം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ അത്രി മഹർഷിയുടെ അരികിൽ നിന്നും ശ്രീരാമചന്ദ്രൻ എത്തുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അന്നത്തെ രാത്രി അവിടെ താമസിച്ചതായിട്ട്. ഇനി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ രാമായണം വായിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം. നമ്മൾ രാമായണ കഥ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്, അതിന് മുന്നിലുള്ള കാര്യങ്ങൾ മറന്നു പോവുക. കാരണം ഈ രാമായണം ഒരു കിളി പറയുന്നതായിട്ടാണ്, എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്നതായിട്ടാണ് ഉള്ളത്. അപ്പോൾ കിളി എങ്ങനെയാണ് പറയുന്നത്? കിളി പറയുന്നത് സാക്ഷാൽ ശിവഭഗവാൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. ഇവിടെ നോക്കണം, എഴുത്തച്ഛൻ എഴുതിയതാണ് ഇത് എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ കിളിയോട് പറയാണ്, കിളി രാമായണ കഥ പറയൂ എന്ന്. അപ്പോൾ കിളി പറയുന്നത് എന്താണ്? ശിവഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലാണ് ഈ കഥ പറയുന്നതെന്ന് അർത്ഥം. അത് കൃത്യമായിട്ട് ഓർമ്മണം. ഇനി നോക്കാം ഇവിടെ എന്താണെന്ന്. ബാലികേ ശുഗകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ നീലനിരധനിവൻ നിർമ്മലൻ നിരഞ്ജനൻ നീരജതലലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപാരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ഫലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ. പ്രാലേയജലമകളോടരുൾ ചെയ്തിടിനാൻ ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാം രാമൻ അദ്വയനേകൻ ഔവയൻ അഭിരാമൻ അത്രി താപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു പാണിടിനാൻ ഒരു ദിനം. നോക്കണം, ഇവിടെ അത്രിയുടെ ആശ്രമത്തിലാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ പറയുകയാണ്, പക്ഷിയോട് ചോദിക്കുകയാണ്, ബാലികയെ ശുഗകുലത്തിൻ്റെ മൗലിമാലികയെ നീല താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനും നിഷ്കളങ്കനുമായ നാരായണൻ്റെ മഹാവിഷ്ണുവിൻ്റെ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങൾ കേട്ടാൽ ഒരിക്കലും മതിയാകില്ല. അതുകൊണ്ട് ആ ശ്രീരാമചരിതങ്ങൾ കേൾക്കുന്നവർക്ക് മുക്തിയാണ് ലഭിക്കുന്നത്. കാരണം അവർ മോക്ഷത്തിലേക്ക് പോകാനുള്ള വഴി കൂടിയാണ്. ഈ പക്ഷിയെ പൂഴ്ത്തിക്കൊണ്ടുവരികയാണ്, നീ നല്ല വാക് സാമർഥ്യമുള്ളവരല്ലേ, അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ ആ ചരിതം നീ മടിക്കാതെ പറയൂ എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പക്ഷി
ആ കഥ പറയുന്നു. എങ്ങനെ? ഫാലലോചനൻ, ഇളം ചെറിയ ചന്ദ്രക്കല ചൂടിയവനുമായ ശ്രീ പരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു. വളരെ സ്നേഹത്തോടുകൂടി, സ്നേഹമുണ്ടാകുമ്പോഴാണ് ഭാര്യയെ ഓമന പേരത്തിട്ട് വിളിക്കുക. അപ്പോൾ സാക്ഷാൽ ശിവഭഗവാൻ പാർവതി ദേവിയെ വിളിക്കുക, ബാലികേ, പാർവതി കേട്ടുകൊള്ളുക. ശ്രീരാമനും പത്നിയും അനുജനും അത്രിയുടെ ആശ്രമത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പറയുകയാണ്. എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. പ്രത്യുഷുസ്തായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ടരികോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനും ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യാം അത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നീ, ആരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ടാം, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടും ചൊല്ലി മാമുനി താനുമൊട്ടും പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടും രാമചന്ദ്രൻ ഭഗ്നിച്ചു ഭക്തിപൂർവം. എന്തിരുപടി കനിഞ്ഞിങ്ങെഴുന്നള്ളീടണമന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കു മേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യர்களോടരുളി ചെയ്തു, രാമൻ ഈ നദി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ണം. മന്നവാ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേനെ ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരയേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട്, നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്നിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമതാ ഘോരമായുള്ള മഹാകാനനമകം പുക്കാർ. ജില്ലിജംഘാരനാഥമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണമാതാപഹീനം. ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ. വെല്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ കഥഭയം. നോക്കൂ, ഇവിടെ പറയുന്ന കാര്യം, ഒരു ദിവസം രാവിലെ ശ്രീരാമചന്ദ്രൻ അത്രിമുനിയോട് പറയുകയാണ്, ഞങ്ങൾ കുറേ കാലമായി ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട്
യാത്ര അനുമതി നൽകണം എന്നാണ് പറയുന്നത്. ആ ഓരോ മുനിമാരുടെ ഗൃഹത്തിൽ മാറി മാറി താമസിച്ചതാണ്. അപ്പോൾ ഇനി ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങണം എന്നാണ് പറയുന്നത്. അവിടെ ബ്രഹ്മാവിൻ്റെ പ്രിയപുത്ര എന്ന് കൂടി വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഇനി മുനിമാർ, ശരിയായ ഋഷിമാർ, തപസ്വികളായ ആൾക്കാർ താമസിക്കുന്ന മഹാകാനനത്തിലേക്ക് പോകാൻ അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോകാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നറിയോ? വഴി, മഹാകാനനത്തിലേക്ക് പോവാണ്. അപ്പോൾ വഴി പറയാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി 1-2 ശിഷ്യന്മാരെ കൂടി ഞങ്ങളോട് ഒന്നിച്ച് വിട്ടാൽ നന്നായിരിക്കും. ഈ കാര്യം കേട്ടപ്പോൾ വൃദ്ധനായിട്ടുള്ള അത്രിമുനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനു വേണ്ടിയാണ് ഞാൻ വഴി കാണിച്ചു തരേണ്ടത്? ലോകത്തിലുള്ള മുഴുവൻ സകല സർവചരാചരങ്ങൾക്കും വഴി കാണിച്ചു കൊടുക്കുന്ന, നേർവഴി കാട്ടിക്കൊടുക്കുന്ന ആളാണ് സാക്ഷാൽ നാരായണൻ. അപ്പോൾ ആ നാരായണന് ഞാൻ എന്തിനാ വഴി കാണിച്ചു കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. പക്ഷേ ഭഗവാൻ രാമചന്ദ്രൻ അങ്ങനെ ചോദിച്ചെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. എല്ലാം അറിയുന്നവരാണെങ്കിൽ പോലും ഒരു വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആ വേഷത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇവിടെ സാക്ഷാൽ നാരായണൻ മനുഷ്യവേഷം ധരിച്ചപ്പോൾ മനുഷ്യൻ്റെതായ ഒരു പ്രക്രിയയാണിത്. കൊടും വനത്തിലൂടെ പോകുമ്പോൾ വഴി കാണിച്ചു തരാൻ വേണ്ടി ഒരാൾ. അപ്പോൾ അത് ലോകത്തെ അനുകരിക്കുക എന്ന വിധത്തിൽ ഞാൻ അതിനുവേണ്ടി ഞാൻ ആളെ അയക്കാം എന്ന് പറയുന്നു. ഇവിടെ വലിയൊരു തത്വം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ കാനനത്തിലേക്ക് പോവുകയാണ്, മഹാകാനനം. അവിടെ അതിക്രൂരമായിട്ടുള്ള ജീവജാലങ്ങളാണുള്ളത്. അത് വഴിയെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈ കൊടും വനത്തിലേക്ക് അറിഞ്ഞും കൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ആരെങ്കിലും അറിഞ്ഞും കൊണ്ടൊരു കൊടും വനത്തിലേക്ക് കടക്കുമോ? അല്ലെങ്കിൽ ഈ കൊടും വനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അവിടെയാണ് ശരിയായിട്ടുള്ള തത്വം ഒളിഞ്ഞു കിടക്കുന്നത്. കൊടും വനം എന്ന് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞും കൊണ്ടാണ് പോകുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ഏത് ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോഴും, ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും, ഏതൊരു പ്രശ്നത്തെ ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അതിഭീകരമായിട്ടുള്ള വിഷയം തന്നെയാണ്. അതിനെ എനിക്ക് സധൈര്യം നേരിടാൻ കഴിയും. ജീവിതത്തിൽ ജനിച്ച് നാൾ മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് അഘാതങ്ങൾ നമ്മൾക്കെതിരെ വരും, പ്രയാസങ്ങൾ നമ്മൾക്കെതിരെ ഉണ്ടാകും. ജീവിതത്തിൽ നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ പോലും നേരിടേണ്ടി വരും. അപ്പോൾ ഞാൻ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടാകണം. അപ്പോൾ അതിനെന്താ വേണ്ടത്? മനസ്സിൽ നല്ല ബലമാണ്. നമ്മൾക്കറിയാം, വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറുപ്പക്കാരനെ അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ഒരു കൗൺസിലിംഗ് സെൻ്ററിലേക്ക്, നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അത് ചെയ്തു കൊടുക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, അവർ പറഞ്ഞു കൊടുക്കണം ജീവിതത്തിൽ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഇത്രയും കാലം നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരുടെ ചെലവിലായിരിക്കും നീ കഴിഞ്ഞിട്ടുണ്ടാവുക. ഇനി നീ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. കാരണം നിന്നെ ആശ്രയിച്ച്, നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവളുടെ കരം നീ പിടിച്ചു കഴിഞ്ഞാൽ മുതൽ അവളുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുകയാണ്. അതിനുവേണ്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് അവളെ നീ നിന്റെ കരവലയത്തിനുള്ളിൽ, നിന്റെ സംരക്ഷണ വലയത്തിലാക്കുന്നതിന് വേണ്ടി ഒരു വലയം അവളുടെ കഴുത്തിൽ അണിയിക്കുന്നത്, താലി എന്ന പേരിൽ. ആ വലയം നീ നിന്റെ വലയത്തിനുള്ളിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടിയിൽ നിനക്ക് മക്കളുണ്ടാകും. ഈ പെൺകുട്ടിയെയും ആ മക്കളെയും സംരക്ഷിച്ച് അവർക്കൊരു മാനസികമായ പ്രയാസം പോലുമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു കരയിലേക്ക് എത്തിക്കണമെങ്കിൽ നിനക്ക് ഇന്നത്തെ ഈ ജീവിതത്തിലൂടെ പോയാൽ പറ്റില്ല. അതിനേക്കാളും ഭീകരമായിട്ടുള്ള വിഷമങ്ങൾ നിറഞ്ഞിട്ടുള്ള, പ്രതിസന്ധികൾ നിറഞ്ഞിട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതായി വരും. കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും. ഇനി നീ പുതിയൊരു മനുഷ്യനാവാൻ പോവുകയാണ്. പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം. ആ അവസരത്തിൽ ചെറുമാതിരി ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ പേടിച്ച് പോകാൻ പാടില്ല. ആ സമയത്ത് ആത്മഹത്യ ചെയ്യുകയല്ല അതിന് പ്രതിവിധി. ആ സമയത്ത് വിവാഹബന്ധം വേർപെടുത്തുകയല്ല പ്രതിവിധി. അതിനെ യുക്തിപൂർവം, തന്ത്രപൂർവം നേരിട്ടും കൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് പിടിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് നേടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രീരാമചന്ദ്രൻ അതുവരെ സാധാരണ തരത്തിൽ വനത്തിലാണുള്ളതെങ്കിൽ പോലും
സാധാരണക്കാരായ ഋഷിമാരുടെ അടുത്താണുള്ളത് പോലും ഇനി പോകേണ്ടത് എന്താണ്? അതിക്രൂരമായിട്ടുള്ള കൊടും വനത്തിനുള്ളിലാണ്. അവിടെ ക്രൂര മൃഗങ്ങളുണ്ട്, സിംഹമുണ്ടാവും, സർപ്പങ്ങളുണ്ടാവും, പലതും ഉണ്ടാകും. അപ്പോൾ അത് അറിഞ്ഞും കൊണ്ട് ക്രൂരന്മാരായ രാക്ഷസന്മാർ പോലും ഉണ്ടാകാം. അപ്പോൾ ജീവഹാനി പോലും സംഭവിക്കാം. കാരണം കൂട്ടത്തിൽ ഭാര്യയുണ്ട്, സഹോദരനുണ്ട്. ഒറ്റത്തടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ പേടിച്ചോടാം. പക്ഷേ ഇവിടെ ഓടാൻ പറ്റില്ല. കാരണം ഓടാൻ കഴിയാത്ത ഒരു വനിത കൂടി കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ശ്രീരാമൻ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഈ ശ്രീരാമൻ ആ കൊടുംവനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ ഈ മഹാകാനനം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അവരുടെ വിദ്യയാണ്. ആ വിദ്യയെ നേടാൻ വേണ്ടി കൊടും വനത്തിൽ കൂടെ പോകുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ നിറഞ്ഞു കിടക്കുന്നതാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടം. ഇമ്പോസിഷൻ ഉണ്ടാവും, പഠിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ തന്നെ നമ്മളെ ആകർഷിക്കുന്ന ലഹരി വസ്തുക്കളുണ്ടാവും, പ്രേമമുണ്ടാകും, പലതും ഉണ്ടാകും. ഇതിലൊക്കെ ഒന്നും നമ്മൾ വഴിതെറ്റിപ്പോകാതെ കൃത്യമായ ലക്ഷ്യമായിട്ടുള്ള ആ അറിവ് നേടുക എന്നുള്ള, ഉന്നത വിജയം നേടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുതിക്കാൻ പറ്റണം. ശ്രീരാമന്റെ ലക്ഷ്യം ഈ ദണ്ഡക വനത്തിൽ നിന്നും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ രാക്ഷസരെയും ദുഷ്ടന്മാരെയും നിഷ്കരണം ഇല്ലാതെയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്കുള്ള ലക്ഷ്യം എന്താണ്? നമ്മുടെ സുഖമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനുള്ള പ്രയത്നമാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യ നേടുക എന്നുള്ളതും. കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതും. അതുപോലെ തന്നെയാണ് കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ആകർഷകമായ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ ചെന്ന് ചാടാതെ, ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിൽ ഭയപ്പെടാതെ, അതിന് സധൈര്യം ഭർത്താവിന് പിന്തുണ കൊടുത്തുകൊണ്ട് ആ ഭർത്താവിൻ്റെ മുന്നിൽ നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രീരാമൻ പിറകിലാണ് നടക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് അടുത്ത വരികൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എന്തിനേയും അതിജീവിക്കുവാനുള്ള കരുത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പാണ് വേണ്ടത്. ഈ ഭാഗം വായിക്കുന്ന ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലും ഇതുപോലെ പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞാൻ അത് അറിഞ്ഞും കൊണ്ട് തന്നെ, അതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെ, മനസ്സിനെ ബലപ്പെടുത്തിക്കൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ചിന്തയോടുകൂടി ജീവിതത്തെ നേരിടണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അതിന് നമ്മൾ പ്രാപ്തരാക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെ ഋഷിമാരുടെ അല്ലെങ്കിൽ അത്രി മഹർഷിയുടെ ശിഷ്യന്മാരായ 2 പേരെയും കൂട്ടി ഈ ശ്രീരാമചന്ദ്രൻ മുന്നിലേക്ക് പോവുകയാണ്, കൊടുംവനത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ പോകുന്ന അവസരത്തിൽ ഈ അത്രി മുനിയും ഒന്നിച്ചു വരികയാണ് കൂട്ടത്തിൽ ഇവരെ യാത്രയാക്കാൻ വേണ്ടി. അതാണ് അതിഥി മര്യാദ. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ വാഹനത്തിലാണ് വന്നെങ്കിൽ അവരെ വാഹനത്തിൽ കയറ്റി വിടുന്നത് വരെ നമ്മൾ ഒന്നിച്ചുണ്ടാവണം. അല്ല, നടന്നു വന്നവരാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് വരെ നമ്മൾ പോയി അവരുടെ കുശലാന്വേഷണം പറഞ്ഞ് വേണം യാത്രയാക്കാൻ. അതാണ് യഥാർത്ഥത്തിലുള്ള മര്യാദ. ഇവിടെ അത്രി മുനിയും ഇവരോടൊപ്പം കൊടുംവനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൊടുംവനത്തിൻ്റെ ആ അതിർത്തി വരെ ശിഷ്യന്മാരോടൊപ്പം പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, അങ്ങ് എന്തിനാണ് വരേണ്ട ആവശ്യമില്ല, പ്രായമായില്ലേ, ബുദ്ധിമുട്ടാണ്, നടക്കേണ്ട. ഏതായാലും ഞങ്ങൾക്ക് അങ്ങ് തന്നെ ശിഷ്യന്മാരെ ഞങ്ങളെ ഒന്നിച്ച് അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവരെയും കൂട്ടി ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് പറയുന്നു. അത്രി മുനി തിരിച്ചു പോകുന്നു. അതിനുശേഷം ഈ പറയുന്ന ശിഷ്യന്മാരെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു നദി കടക്കാൻ പാകത്തിൽ കാണുന്നു. ആ നദിയുടെ അടുത്തെത്തിയപ്പോൾ ഇനി എങ്ങനെ ഇത് കടക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പറയുന്ന അത്രി മഹർഷിയുടെ ശിഷ്യന്മാരായ ആൾക്കാർ പറയുന്നത്, വിഷമിക്കേണ്ട, ഞങ്ങൾ തോണി കൊണ്ടുവരാം. അങ്ങനെ ആ തോണിയിൽ ഇവരൊക്കെ കയറി നേരെ ഈ വനത്തിൻ്റെ അക്കരെ എത്തി ഈ ശിഷ്യന്മാരെ തിരിച്ചയക്കുന്നു. ഇനി അങ്ങോട്ട് കടക്കുകയാണ്. അങ്ങോട്ട് കടക്കുന്ന അവസരത്തിൽ പറയുകയാണ്, ഇനി ഉള്ളത് എന്താണ് ഇവിടെ? ഇവിടെ ക്രൂരമായിട്ടുള്ള നിരവധി മൃഗങ്ങളുണ്ട് എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ മൃഗങ്ങളെ, എന്തൊക്കെ മൃഗങ്ങളുള്ളത് കൂടി ഇവിടെ പറയുന്നു. എന്താണ്? സിംഹമുണ്ട്, കടുവയുണ്ട്, മുള്ളൻ പന്നിയുണ്ട്. ഇതിനോടൊന്നിച്ച് ഈ വനത്തിൽ ഏത് സമയത്തും നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഘോരമായിട്ടുള്ള സർപ്പമുണ്ട്. നട്ടുച്ച നേരത്ത് പോലും വെയിൽ താഴേക്കെത്തില്ല, കാരണം അത്രയും കൊടും വനമാണ്. നമുക്ക് ശബരിമലയിൽ യാത്ര പോകുന്ന ആൾക്കാർക്ക് ആ കാളകെട്ടി മുതൽ, കാളകെട്ടിയല്ല, ഈ ഈ നമ്മുടെ കരിയിലാം തോട് കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള കൊടും വനമാണ്. പകൽ സമയത്ത് പോലും പേടിയാകും. ഞാൻ ഒരുപടി തവണ പോയതുകൊണ്ട് പറയാം, 10-37 കൊല്ലം പോയത്, അതുകൊണ്ട് പറയുക.
ഭയാനകമായിട്ടുള്ള. ഇന്നിപ്പോൾ പോകുന്ന സമയത്തൊക്കെ കാടൊക്കെ ഈ അടിക്കാടൊക്കെ വയറ്റി തെളിച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത്. പക്ഷേ അതിക്രൂരമായിട്ടൊരു വനം ആണ് അത്. അപ്പോൾ അതുപോലെയല്ല, അതിനേക്കാളും കൊടുമ്പനം വയക്കി തെളിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള വനമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ വനത്തിലൂടെ ഇവർ പോകുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ക്രൂര മൃഗങ്ങളൊക്കെ ഉണ്ടാകും, മാത്രവുമല്ല രാക്ഷസന്മാരും ഇവിടെ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് വേണം, നീ വാളൂരി കയ്യിൽ പിടിക്കണം, വില്ല് നന്നായി കുലച്ചു പിടിക്കണം, ഏതവസരത്തിലും പ്രയോഗിക്കാൻ തക്ക വിധത്തിൽ വേണം ചെയ്യാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തത്വം ഇവിടെ നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രതിസന്ധികളെ നേരിടുന്ന ഘട്ടം ഏത് സമയത്തും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം, ഏത് സമയത്തും നമുക്ക് പ്രശ്നങ്ങൾ വരാം. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോഴാണെങ്കിൽ വിദ്യാർത്ഥിയുടെ അരികിൽ സ്നേഹപൂർവ്വം വരുന്ന പൂവാലന്മാരുണ്ടാകാം, അല്ലെങ്കിൽ ഈ പ്രേമം നടിച്ചു വരുന്ന ആൾക്കാരുണ്ടാകും, ലഹരി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവാം. നമ്മളിത് ശ്രദ്ധയോടെ നിൽക്കണം, ഇവരെ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കണം. അത് ജാഗ്രതരായി നമ്മളിരിക്കണം എന്നർത്ഥം. ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയും പോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നീ പോകുന്ന അവസരത്തിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്നത് പോലെ എപ്പോഴും തയ്യാറാണ്, നിനക്കെതിരെ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാം. കാരണം ലഹരിയാകുന്ന അത്, മയക്കുമരുന്ന് ആകുന്നത്, അതുപോലെ പ്രേമമായിട്ടുള്ളത് നമ്മൾക്കെതിരെ എപ്പോഴും വരാം. അതുപോലെ തന്നെ നമ്മൾ ആകർഷിക്കുന്ന മറ്റു പല സംഭവങ്ങളും നമ്മൾക്ക് മുന്നിലുണ്ടാകാം. അതിലേക്കൊന്നും ചാടരുത്. നമ്മുടെ ലക്ഷ്യം വിജയമാണ്, ശ്രേഷ്ഠമായ പദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി അവരുടെ എല്ലാ കാതും കണ്ണുമെല്ലാം കൂർപ്പിച്ച് നിൽക്കണം. അവിടെ ശ്രീരാമൻ പറയുന്നത് വാളൂരി പിടിക്കണം, വില്ല് കുഴച്ച് പിടിക്കണം എന്ന് പറയും പോലെ നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ കണ്ണും ചെവിയും ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്നു കിടക്കണം. ഈ പഞ്ചേന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് അവർ വരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം ജീവിതയാത്രയ്ക്കിടയിൽ ഏത് നിമിഷമാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കാമെന്ന് പറയാൻ കഴിയില്ല. പല ആൾക്കാർ നമ്മളുടെ അരികിൽ വരും, നമ്മൾ നമ്മൾ മോശമില്ലാത്ത രീതിയിൽ സാമ്പത്തികമായി പോകുമ്പോഴാണ് നമ്മുടെ അരികിലേക്ക് ചിട്ടിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു പല തരത്തിൽ സാമ്പത്തികമായ തട്ടിപ്പിൻ്റെ പല തരത്തിലും വരുന്നത്. കടം ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ടാവാം, അതല്ലെങ്കിൽ ആകർഷകമായിട്ട് നിങ്ങൾ ഇപ്പോൾ 10 രൂപ വെച്ചാൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടുമെന്ന് തരത്തിൽ വരുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ പലതരത്തിൽ നമ്മൾ സാമ്പത്തികമായി പരാജയപ്പെടുത്താൻ വേണ്ടി പലതരത്തിലും ആൾക്കാർ വരും. അതേപോലെ തന്നെയാണ് ഭാര്യയും ഭർത്താവും സന്തോഷിച്ചോട് കഴിയുമായിരിക്കും അവിടെ മറ്റൊരു സ്ത്രീ ഈ പുരുഷനുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ ഭാര്യ ഒരു പുരുഷൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ആകർഷകമായ വിധത്തിലേക്ക് വരുന്നത്. നമ്മൾ ചിന്തിക്കുക ഇത് നമ്മുടെ നാശത്തിലേക്കായിരിക്കും. ദൈവം നമുക്ക് കൈപിടിച്ച് തന്ന ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അവരെ ഒരിക്കലും മറ്റൊന്നിൻ്റെ പുറകെ പോകുമ്പോൾ അവരുടെ കുടുംബവും നമ്മുടെ കുടുംബവും തകരും എന്നുള്ള ചിന്ത നമുക്ക് വേണം. നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്, ഒരിക്കലും ശാശ്വതമായ സന്തോഷം കിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഈശ്വരനായിട്ടാണ് നമ്മളെ കോർത്തിണക്കിയത്, അത് മരണം വരെ നമ്മൾ ഒന്നിച്ചുണ്ടാകുമെന്ന ചിന്തയോട് കൂടി വേണം ഭാര്യയും ഭർത്താവും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ അവസരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പരദൂഷണങ്ങൾ പറയുമ്പോൾ അതിൽ പോയി ചെന്ന് ചാടരുത്. ഇതൊക്കെ നമ്മൾ ആക്രമിക്കുന്ന ക്രൂര മൃഗങ്ങളെയായിട്ട് വേണം നമ്മൾ സങ്കല്പിക്കാൻ. അപ്പോൾ സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടി വരും. അങ്ങനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് വേണം, ജാഗരൂകരായി വേണം നമ്മുടെ ജീവിതയാത്ര നടത്താൻ വേണ്ടി. എപ്പോഴും ഈശ്വരനെ മുറുക്കെ പിടിക്കണം. ഈശ്വരനെ മുറുക്കെ പിടിക്കുക, ഈശ്വരൻ എൻ്റെ രക്ഷക്കുണ്ടാവുന്ന ചിന്തയോടെ ഒരു അപകടത്തിലും ഞാൻ ചെന്ന് ചാടരുന്ന ചിന്തയാണ് ഇവിടെ നമ്മുടെ വാളായിട്ടും അമ്പുവില്ലമായിട്ടും കണക്കാക്കേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ഇവിടെ ലക്ഷ്മണനോട് പറയുകയാണ്, നല്ലപോലെ ചുറ്റും നീ ശ്രദ്ധിക്കണം എന്ന്. എന്നിട്ടോ മുന്നിൽ നീയാണ് നടക്കേണ്ടത്, ഏറ്റവും മുന്നിൽ. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് തൊട്ടുപുറകിൽ സാക്ഷാൽ സീതാദേവി പോകണം. തൊട്ടുപുറകെ ആര്, ഞാനുണ്ടാകും ഏറ്റവും പുറകിൽ. അപ്പോൾ ഇവിടെ സീതാദേവിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പിലും പിറകിലുമായിട്ട് ആയുധധാരികളും നടുക്ക് മഹാലക്ഷ്മിയും ഉണ്ടാകണം. എപ്പോഴും നമ്മുടെ പുറത്ത് ശ്രദ്ധ എപ്പോഴും എന്തായിരിക്കണം, ഇവിടെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. പുറത്ത് നമ്മൾ ശ്രദ്ധാലുക്കളായിട്ട് ഏത് നിമിഷവും നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്രേഷ്ഠത ഇല്ലാതാക്കാനോ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറക്കെ പിടിച്ചു നിർത്തേണ്ടത് എന്താണ്, ലക്ഷ്മി ഭഗവതിയാകുന്ന ഈശ്വരിയുടെ ചൈതന്യത്തെയാണ്. ആ ചിന്തയാണ് ഐശ്വര്യത്തെ. നമ്മൾ നല്ല മനസ്സോടു കൂടിയാണ് ഇതെല്ലാം നമ്മൾ നേരിടാൻ വേണ്ടി. ഇവിടെ നല്ല മനസ്സായിട്ട് ഐശ്വര്യമായി കണക്കാക്കുന്നത് ലക്ഷ്മി ഭഗവതി. അതിനെ നമ്മളെപ്പോഴും ഉള്ളിൽ എപ്പോഴും ഏത് പ്രതിസന്ധി വരുമ്പോൾ ഇതിനെ നമ്മുടെ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പുറത്ത് പക്ഷെ നമ്മൾ കൃത്യമായി നമ്മൾ ജാഗരൂകരാവുകയും വേണം എന്നർത്ഥം.
അപ്പോൾ ആ തരത്തിൽ വേണം ഇവിടെ സീതാദേവിയെ സെൻട്രലാക്കിയിട്ട് ഇവർ നടന്നു പോകാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് ഇവിടെ എന്താണ് പറയുന്നത് കൂടി നോക്കണം. ഇവിടെ ഒരു ഉദാഹരണം കൂടി പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാം. ഇവിടെ പറഞ്ഞത് എന്താണ്? രണ്ടുപേരുടെയും മധ്യത്തിലായി നടക്കുന്ന സമയത്ത് സീതാദേവിക്കൊരു ഭയവും ഉണ്ടാകില്ല. സീതാദേവിക്ക് മാത്രമല്ല, നമുക്കും ഭയമുണ്ടാകില്ല. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും ഭയമുണ്ടാകില്ല. കാരണം എന്താ? സീതാദേവിക്ക് ഒരു പോർല് പോലും വലിക്കണമെങ്കിൽ മുന്നിൽ നിന്ന് അക്രമം വന്നു കഴിഞ്ഞാൽ സീതാദേവി, അയാളുടെ ലക്ഷ്മണൻ ഉണ്ട്, പുറകിൽ നിന്ന് അക്രമം വന്ന ശ്രീരാമനുണ്ട്. അപ്പോൾ നടുക്കാണ് ആരുള്ളത്? സീതാദേവി. അതുപോലെ ഈ പറയുന്ന സീതാദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ ആ ചൈതന്യം, ഈശ്വരീയ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ മുറുക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേത് ഭാഗത്തു നിന്നും അക്രമം വന്നാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കും. എന്ത് വേണം? പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടാകണം, നമ്മുടെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യം ഉണ്ടാകണം, ആ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, നല്ല ചിന്തകൾ ഉണ്ടാകണം. നമ്മുടെ നല്ല ചിന്തകളെ നശിപ്പിക്കുന്ന അക്രമകാരികളായിട്ടുള്ളതിനെ ക്രൂരമൃഗങ്ങളായിട്ടും അതുപോലെ രാക്ഷസന്മാരുമായി ഇവിടെ ചിത്രീകരിച്ചതിനെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ നേരിടണം. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ആക്കേണ്ടത് എന്താണ്? വാളായിട്ടും അസ്ത്രമായിട്ടും നമ്മളിവിടെ കണക്കാക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇവിടെ മഹാലക്ഷ്മി ഉള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണെ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരിണിയും കണ്ട. കൽഹാരോൽപല കുമുദാംബുജരക്തോൽപല ഫുല്ല പുഷ്പേന്തി വരശോഭിതമജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലേ പുനരിരുന്നു യഥാസുഖം. അപ്പോൾ അവർ അവിടെ നിന്നും നടന്ന് ഒരു യോജന ദൂരമെത്തിയപ്പോൾ അവിടെ വളരെ തെളിനീര് പോലെ വെള്ളമുള്ള ഒരു തടാകം കണ്ടു. ആമ്പലും താമരയും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ജലാശയം. ആ ജലാശയത്തിൽ നിന്നും ഇവർ വെള്ളം കുടിച്ചു, അവിടെ വിശ്രമിച്ചു. നോക്കണം, ഇതെല്ലാം നമ്മുടെ രാമായണം എന്ന് പറയുമ്പോൾ, രാമൻ്റെ അയനം എന്ന് പറയുമ്പോൾ, രാമൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ നമ്മളുടെയും യാത്രയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ചിന്തയോടുകൂടി നടക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചിന്തിക്കുക, എപ്പോഴും ആദ്യം നമുക്ക് നല്ല ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുക. ഈശ്വര ചിന്തയോടുകൂടി നല്ല മനസ്സോടുകൂടി ജാഗരൂകരായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? മനസ്സിന് തണുപ്പേകുന്ന ഒരു ചിന്തയായിരിക്കും ആദ്യം നമുക്കുണ്ടാവുക. ഇവിടെ കാണിച്ചു തന്നതും അങ്ങനെ തന്നെയാണ്. ഒരു നല്ലൊരു തടാകം, ആമ്പലുണ്ട്, താമരയുണ്ട്. കാരണം സൂര്യപ്രകാശം പോലും ഭൂമിയിലേക്ക് പതിക്കാത്ത കൊടും വനമാണെന്ന് പറഞ്ഞു. അവിടെയാണ് ഈ കാഴ്ച. അപ്പോൾ അവിടെ നിന്നും വെള്ളവും കുടിച്ച് മുഖമെല്ലാം കഴുകി അവിടെ അല്പം വിശ്രമിക്കുകയാണ്. ഇത് നമുക്കും ഉണ്ടാവും, നമുക്ക് സന്തോഷമാണ് ആദ്യം ഉണ്ടാവുക. പിന്നെ നമുക്കെന്തുണ്ടാവും? അതിഭീമാകാരമായ പ്രയാസങ്ങളുണ്ടാവും. ഈ സന്തോഷമുണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളെ താഴ്ത്തി വെക്കരുത്. അതിനെ നമ്മൾ എപ്പോഴും നിയന്ത്രിക്കണമെന്ന് ഇവിടെ വീണ്ടും കാണിച്ചു തരികയാണ്. എന്താണതെന്നത് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ വിരാധവധം എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടക്കുകയാണ്. അന്നേരം ആശു കാണായി വന്നിതു വരുന്നതത്തുന്യതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്ധുതവൃക്ഷം കരോളോജ്വലദംഷ്ടാന്യുതം വക്രഗൗഹരം ഘോരകാരണമാരണ്യനേത്രം വാമാംസ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂലസിംഹമഹിഷ വരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും
പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിൽ അലറി വന്നിടിനാനതു നേരം. ഉത്താനം ചെയ്തു ചാപബാണങ്ങൾ കൈകൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടെ ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നു കൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിക്കായ്കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠൂരതരമവനട്ടാശ പൊട്ടും വണ്ണം. അട്ടഹാസം ചെയ്തിടിവെറ്റിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നും കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നത് അസ്തഭയം ചാപതോണീര വാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈകൊണ്ടു മനോഹാരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും മതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാഘോരമാം കൊടും കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു വളരെ സന്തോഷപൂർവം ആനന്ദപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ശ്രീരാമചന്ദ്രൻ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾക്കും ആദ്യ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഉണ്ടാവുക. കല്യാണം കഴിഞ്ഞവരാണെന്നിരിക്കട്ടെ, ആദ്യത്തെ കുറച്ച് ദിവസം മധുവിധവും സന്തോഷവുമായിട്ട് നമ്മൾ കഴിയും. പിന്നെയാണ് പ്രശ്നങ്ങൾ വരിക. പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ ആദ്യമൊക്കെ വളരെ നല്ല സന്തോഷമൊക്കെ ഉണ്ടാകും, പിന്നെയായിരിക്കും അവർക്ക് പ്രശ്നങ്ങൾ വരിക. ജോലിയിൽ കയറുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യമൊക്കെ നല്ല സന്തോഷം ഉണ്ടാകും, പിന്നെയായിരിക്കും അവർക്ക് പ്രശ്നങ്ങൾ വരിക. കുടുംബിനികളായ ആൾക്കാർക്കും എല്ലാ ആൾക്കാർക്കും ആദ്യം അവർ മാനസികമായി തയ്യാറെടുത്ത് പോകും, പിന്നെ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിൽ രാമായണം വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകേണ്ടതല്ല എന്ന് പറയാൻ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ അവർ കാണുന്നൊരു കാഴ്ച എന്താ പറയുക, അതിഭീമാകാരമായിട്ടുള്ളൊരു രാക്ഷസ രൂപത്തെ ദൂരെ നിന്ന് ഇവർ കാണുകയാണ്. ഇവരവിടെ ആ തെളിനീരോടുകൂടി ആ സ്ഥലത്തിരിക്കുമ്പോഴാണ് ദൂരെ ഇങ്ങനൊരു സംഭവം കാണുന്നത്. ആ രൂപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തേറ്റപ്പല്ല് ഉണ്ട്, രണ്ട് ഭാഗത്തും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പല്ലുകൾ, ഗുഹ പോലെയുള്ള വായ എന്ന് പറയുന്നത് അതിഭീമാകാരമായ ശരീരമാണ്. ഗുഹ പോലെയുള്ള വായ, ഒരു മനുഷ്യൻ സുഖമായി കടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള വായ. ചുവന്ന കണ്ണുകളാണുള്ളത്, അതിക്രൂരമായിട്ട് ദൂരെ നിന്ന് തന്നെ ആ ചുവപ്പ് കാണാൻ പറ്റും, അത്രയേറെ ചുവന്ന കണ്ണുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭീകര സത്വത്തെ കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഈ ഭീകരസത്വത്തിൻ്റെ ഇടത് തോളിൽ ചാരി വെച്ച വിധത്തിൽ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു അതിഭീമാകാരമായിട്ടുള്ളൊരു ശൂലം. ആ ശൂലത്തിൻ്റെ അറ്റത്ത് സിംഹം, കടുവ, പോത്ത്, പന്നി, മാൻ തുടങ്ങിയ കാട്ടുജന്തുക്കളെ ഇങ്ങനെ കോർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തറിയോ, ആ ഭീകരസത്വത്തിൻ്റെ വലിപ്പമാണ്. ഒരു ശൂലത്തിൽ സിംഹത്തിനെയും കടുവയെയും പോത്തിനെയും പന്നിയെയും മാനിനെയൊക്കെ ഇങ്ങനെ കുത്തി നിർത്തണമെങ്കിൽ ഇപ്പോൾ 5 ഈ മൃഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, 5 മൃഗങ്ങളെ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ പിടിക്കണമെങ്കിൽ ആ ശൂലത്തിൻ്റെ വലിപ്പം എന്തായിരിക്കും, എത്ര വെയിറ്റ് ഉണ്ടാകും? അപ്പോൾ ആ ശൂലം പിടിക്കുന്ന ആളുടെ വലിപ്പം എന്തായിരിക്കുമെന്ന് കൂടി നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു രൂപത്തെയാണ് കാണുന്നത്. അപ്പോൾ ഇവയുടെയൊക്കെ പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ച് മരങ്ങളെ പിടിച്ച് കുലുക്കി അതിഭയങ്കരമായ അലറി വിളിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഭീകരജീവി വരുന്നത്.
ഈ ഭീകരജീവിയെ കണ്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ ചാപബാണങ്ങൾ എടുത്ത് എഴുന്നേറ്റു. ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, നീ കണ്ടോ, ഭയങ്കരനായ ഒരു രാക്ഷസൻ നമ്മുടെ നേരെ വരുന്നുണ്ട്. അമ്പ് തൊടുത്ത് ജാഗ്രതയോടുകൂടി നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സീതയോട് പറയുകയാണ്, സീതയെ ഭയക്കേണ്ടതില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഈ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ലക്ഷ്മണനോട് പറയാണ്, അമ്പും വില്ലും ധരിച്ച് തയ്യാറായി നിന്നോളൂ, ഈ ഭീകരസത്വം നമ്മളെ എന്തായാലും ആക്രമിക്കും. 100% ഉറപ്പിച്ചു. വെല്ലുവിളികളാണ് അവിടെ വരുന്നത്. ആ ശ്രീരാമനും ലക്ഷ്മണനും ഈ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ ഭീകരസത്വം ഇവരുടെ അടുത്തേക്കെത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ മരപുരിയും ജടയും ധരിച്ച് മുനി വേഷത്തോടുകൂടി അതീവ സുന്ദരിയായ ഒരു സ്ത്രീയോടൊപ്പം നിൽക്കുന്ന നിങ്ങൾ ആരാണ്? ഏതായാലും നിങ്ങൾ ധൈര്യശാലികളാണ് എന്ന് ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ രൂപം അല്ലെങ്കിൽ എൻ്റെ അലർച്ച കാണുമ്പോൾ നിങ്ങൾ ഓടി ഒളിക്കേണ്ടതാണ്. നിങ്ങളത് ഓടിയില്ല. ലേശവും ഭയം പോലുമില്ലാതെ ഘോരമായി കൊടുങ്കാട്ടിൽ സഞ്ചരിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹം അട്ടഹസിച്ചും കൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം അട്ടഹസിച്ച് വെച്ചാൽ ആ ശബ്ദം കേൾക്കുന്ന അവസരത്തിൽ തന്നെ സാധാരണ ക്രൂര മൃഗങ്ങളടക്കം ഓടിയൊളിക്കും. അത്രയും ക്രൂരമായിട്ടുള്ള രൂപമാണ്, അതിഭീമാകാരമായ രൂപമാണ്, ഭീകര സത്വമാണ്. കണ്ണുകളൊക്കെ അത്രയും ചുവന്ന് തൊടുത്തിട്ടുണ്ട്. അവിടെയാണ് വിരലിൻ്റെ വലിപ്പമുള്ള ഈ പറയുന്ന രാമലക്ഷ്മണന്മാരും സീതയും നിൽക്കുന്നത്. അവിടെ നിന്നും അട്ടഹസിച്ചും കൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയാണ് പ്രതിസന്ധികൾ വരുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അറിയണമെന്നില്ല, നമ്മൾ സുഖത്തിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ സുഖത്തിൻ്റെ ആയുധം ലയിച്ചു നിൽക്കുന്ന അവസരത്തിൽ നമ്മൾക്കെതിരെ വരുന്ന ആയുധം നമ്മൾ അറിയണമെന്നില്ല എന്നർത്ഥം. ഇവിടെ അതിക്രൂരമായിട്ടുള്ള ഈ ഒരു സത്വം അടുത്തേക്ക് വരികയാണ്. ഈ അടുത്തേക്ക് വരുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ഭയപ്പെടുകയല്ല ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു പ്രതിസന്ധികളും ഏതൊരു പ്രശ്നവും വരുമ്പോൾ നമ്മൾ ഭയന്നു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ പരാജയം ഉറപ്പാണ്. അതേ അവസരത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നേടിയെടുക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം, നമ്മളെക്കാളും ഭീകരമായ പ്രശ്നങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്ക് താങ്ങാൻ കഴിയില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. എല്ലാം നമുക്ക് സാധ്യമാകും. കാരണം നമ്മുടെ ഉള്ളിലുള്ളത് ആരാ? ഈ മനുഷ്യരൂപം ധരിച്ചു വന്നിരിക്കുന്ന രാമൻ്റെ ഉള്ളിലുള്ളത് സാക്ഷാൽ നാരായണൻ്റെ ചൈതന്യമാണ്. അതേപോലെ തന്നെയാണ് ഈ മനുഷ്യരൂപം ധരിച്ചു വന്നിരിക്കുന്ന നിങ്ങളിൽ ഓരോ ആൾക്കാരുടെ ഉള്ളിലുള്ളതും നാരായണ ചൈതന്യം തന്നെയാണ്. അപ്പോൾ ആ നാരായണ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ഉള്ളിലുള്ളത് നാരായണ ചൈതന്യമാണെന്നുള്ളത്. നാരായണ ചൈതന്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് നിങ്ങൾ ഓരോ ആൾക്കാരും. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമിക്ക് അതിനു മുമ്പ് പോലും അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ഇത് ചാടാൻ പറ്റുമോ എന്നൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആ അവസരത്തിൽ ജാമ്പവാനാണ് അദ്ദേഹത്തിനെ പറഞ്ഞ് ബോധവൽക്കരിച്ച്, നീക്ക് ഇത്രയേറെ കഴിവുണ്ട്, നീ സൂര്യബിംബത്തെ പോലെ പിടിക്കാൻ പോയതാണ്, അതുകൊണ്ട് ഈ സമുദ്രത്തെ നിഷ്പ്രയാസം നിനക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഈ പറയുന്ന ജാമ്പവാന. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിവുണ്ട്, കരുത്തുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ ഊർജ്ജസ്വലരായിട്ട് ഹനുമാനെ പോലെ ശക്തിമാനാക്കിയിട്ട് ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്താണ്? രാമായണമാണ്. രാമായണം അർത്ഥമറിഞ്ഞ് തത്വമറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കഴിവുണ്ടാവും. നമ്മളുടെ ഉള്ളിൽ ആ നാരായണ ചൈതന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അതിജീവിക്കാൻ പറ്റും. നമ്മൾക്ക് ഈ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയും. നമ്മുടെ അധീനതയിലാണ് ഇന്ദ്രിയങ്ങളുള്ളത്. ആ ഇന്ദ്രിയങ്ങൾ വെച്ച് തന്നെ നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ പറ്റും എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ശ്രീരാമചന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? അത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, അമ്പും വില്ലും എടുത്ത് തയ്യാറായിക്കോളൂ, ഇവിടെ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്, അതിനെ നമുക്ക് നിഷ്കരണം പരാജയപ്പെടുത്തണം എന്ന വിധത്തിലാണ് പറയുന്നത്. സീതയെ, നീ ഭയപ്പെടേണ്ടതില്ല, ഐശ്വര്യമാകുന്ന ദേവത നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ സംരക്ഷിക്കണം. ആ ഐശ്വര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ വരുന്നത്. ഈ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാതെയാകും. അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്തും നമ്മുടെ കുടുംബത്തിലെ ശാന്തിയും സമാധാനവും സന്തോഷവും ആനന്ദവും നമുക്ക് ഉണ്ടാവണം. ആ അവസരത്തിൽ പ്രേമമായിട്ട് ഒരു പുരുഷൻ്റെ അരികിൽ, ഭർത്താവിൻ്റെ അരികിൽ ഏതെങ്കിലും പെൺകുട്ടി പ്രേമം നടിച്ചോ മറ്റേതെങ്കിലും തരത്തിൽ വന്നേക്കാം, മദ്യത്തിൻ്റെ പേരിൽ വന്നേക്കാം, മയക്കുമരുന്നിൻ്റെ വിധത്തിൽ വന്നേക്കാം, മറ്റു പല സുഖലോലുപങ്ങളിൽ ചെന്ന് ചാടാൻ വേണ്ടി ഈ പുരുഷനെ പ്രകോപിപ്പിക്കുകയാണ് ഈ ആസുരിക ശക്തി. ഈ പ്രകോപനം എന്ന് പറയുന്നത് ആസുരിക ശക്തിയായി കണക്കാക്കണം.
ഈ പുരുഷൻ്റെ അരികിലേക്ക് വരുന്ന. സ്ത്രീയുടെ അരികിലേക്ക് വരും പല പുരുഷന്മാരും. നിന്റെ ഭർത്താവിനേക്കാളും സുഖം എൻ്റെ അരികിൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പുരുഷന്മാരുണ്ട്. ആ അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ നമ്മൾ ആകർഷിക്കുന്നതാണ്, നമ്മളെ ജീവിതം താറുമാറാകുമെന്ന ചിന്തയോടുകൂടി നമ്മൾ ജാഗരൂകരാകണം. വിദ്യാർത്ഥികൾ ജാഗരൂകരാകണം, തൊഴിലാളികൾ ജാഗരൂകരാകണം. എല്ലാ മേഖലയിലും നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ വരും എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ലക്ഷ്മണ അമ്പും വില്ലും ധരിച്ച് നീ തയ്യാറായി നിന്നോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിൽ നമ്മളും തയ്യാറായി നിൽക്കണം. ഈ അവസരത്തിൽ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ഭീകര സ്വത്വത്തിൻ്റെ രൂപത്തിൽ വരുമ്പോഴായാലും, ബാങ്കിൻ്റെ ജപ്തിയാവട്ടെ, അല്ല മറ്റു പല പ്രശ്നങ്ങളാവട്ടെ, എന്ത് പ്രശ്നം വന്നാലും അതൊന്നും എന്നെ ബാധിക്കില്ല, അതൊക്കെ ഞാൻ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുമെന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് പോകാൻ പറ്റണം. അതാണ് രാമായണം വായിക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ പ്രത്യേകതയും. രാമായണ മഹിമ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഇത്തരത്തിൽ എല്ലാ തരത്തിലും രാമൻ്റെ യാത്രയാണ് രാമായണം, രാമൻ്റെ അയനമാണ്. അപ്പോൾ നമ്മുടെ അയനവും രാമനെ നമ്മൾ പിന്തുടരണം, ഇത്തരത്തിൽ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട്. ഏതായാലും ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഏതായാലും ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടേതായ ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും മാനസികമായി തയ്യാറെടുക്കട്ടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടുന്നതിന് വേണ്ടിയിട്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഭാഗത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സംശയങ്ങളും രേഖപ്പെടുത്തുക. ഇതിൻ്റെ തുടർച്ചയായ മറ്റൊരു ഭാഗവുമായി അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.